നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ലോകം ഉറ്റുനോക്കുന്ന കാൽപന്തിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു. 37 രാജ്യങ്ങൾ ഒന്നിക്കുന്ന കാൽപന്ത് ആരവം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ഇതിനിടയിൽ സൗദി അറേബ്യ ഹിറ്റായി മാറിയിരിക്കുകയാണ്. കപ്പ് കിട്ടിയില്ലേലും സാരമില്ല, നിങ്ങൾ നന്നായി കളിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ആശംസിച്ച് അയച്ചതാണ് ആ പ്രധാനമന്ത്രി, അതെ ബിൻ സൽമാൻ. തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കളിക്കളത്തിലിറങ്ങിയ ടീമിനെ അദ്ദേഹം ഏറെ ആകാംക്ഷയോടെ നോക്കി. അത്യപൂർവ നേട്ടമാണ് ടീം ആദ്യ കളിയിൽ തന്നെ സൗദി അറേബ്യയ്ക്ക് നേടിക്കൊടുത്തത്. ഇപ്പോഴാ ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരായ അട്ടിമറി വിജയത്തിന് പിന്നാലെ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി. സൽമാൻ രാജാവാണ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവിട്ടത്. പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും ഈ അവധി ബാധകമാണ്. ചൊവ്വാഴ്ച, അതായത് ഇന്ന്, നഗരത്തിലെ പ്രധാന തീം പാർക്കുകളിലും വിനോദ കേന്ദ്രങ്ങളിലും പ്രവേശന ഫീസ് ഒഴിവാക്കുമെന്ന് റോയൽ കോർട്ടിലെ ഉപദേശകനും സൗദി അറേബ്യയുടെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ തലവനുമായ തുർക്കി അൽ ഷെയ്ഖ് അറിയിച്ചിരിക്കുകയാണ്. ഖത്തർ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സൗദിയുടെ കളി. അക്ഷരാർത്ഥത്തിൽ അർജന്റീന ആരാധകർ ഒന്നടങ്കം മരവിച്ച് നിന്ന് പോയതായിരുന്നു മത്സരം. ഗ്രൂപ്പ് സിയിൽ അർജന്റീനയെ 1-2 ഗോളുകൾക്കാണ് സൗദി പരാജയപ്പെടുത്തിയത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ അർജന്റീന നേരിടുന്ന ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നുകൂടിയാകും ഇത്. 5 മിനിറ്റിനിടെയാണ് 2 ഗോളുകൾ വീഴ്ത്തി സൗദി കരുത്ത് കാട്ടിയത്. അൽ ഷഹരിയും അൽ ദഫ്സാരിയുമാണ് സൗദിക്കായി ഗോളുകൾ നേടിയത്. 10-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയായിരുന്നു അർജന്റീനയുടെ ഏക ഗോൾ നേട്ടം. അട്ടിമറി വിജയത്തിന് പിന്നാലെ വലിയ ആഘോഷമായിരുന്നു രാജ്യ തലസ്ഥാനമായ റിയാദിൽ അരങ്ങേറിയത്. അതേസമയം ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ സൗദി അറേബ്യയുടെ അപ്രതീക്ഷിത തോൽവിക്ക് വഴങ്ങേണ്ടി വന്ന ഞെട്ടലാണ് അർജന്റീന ടീമും അതിന്റെ ആരാധകരും. ഇതിനിടെ തോൽവിക്ക് ശേഷം തങ്ങളുടെ ആരാധകരോട് പ്രതികരിച്ചിരിക്കുകയാണ് ലയണൽ മെസ്സി. സൗദിയുടെ പ്രകടനം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും ഇത്തരത്തിൽ തുടങ്ങുമെന്ന് കരുതിയില്ലെന്നുമാണ് താരം പ്രതികരിച്ചത്. എന്നാലും തന്റെ ടീമിനെ വിശ്വസിക്കണമെന്ന് മെസ്സി ആവശ്യപ്പെടുകയാണ്. കൈപ്പേറിയ ഫലമാണ് ആദ്യ മത്സരത്തിലേത്, എങ്കിലും ഈ ടീമിനെ ആരാധകർ വിശ്വസിക്കണം. ഞങ്ങൾ അവരെ നിരാശരാക്കില്ല. മെസ്സി ഒരു അർജന്റീനിയൻ മാധ്യമത്തോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. അർജന്റീനയുടെ ശരിയായ കരുത്ത് കാണിക്കാൻ ഒന്നിച്ച് നിൽക്കണമെന്ന് മെസ്സി ആവശ്യപ്പെടുകയുണ്ടായി. മെസ്സി നേടിയ പെനാൽറ്റി കിക്കിൽ മത്സരത്തിൽ അർജന്റീന ആദ്യ പകുതിയിൽ മുന്നിലെത്തിയെങ്കിലും 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 2-ാം പകുതിയിൽ 2 ഗോളുകൾ നേടി സൗദി മുന്നിലെത്തി. പിന്നീട് രണ്ടാമതൊരു ഗോൾ നേടാൻ സൗദി പട അനുവദിച്ചതുമില്ല. സാലെ അൽ ഷഹ്രി, സാലേം അൽ ദവാസ്രി എന്നിവർ ഗോൾ നേടി. മത്സര വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ സൗദിയിൽ ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചു. സൗദിക്കായി ഗോൾ നേടിയ താരങ്ങൾക്ക് രാജ്യം മികച്ച സമ്മാനങ്ങളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തങ്ങളുടെ പ്രധാനമന്ത്രിയും രാജകുമാരനുമായ ബിൻ സൽമാന്റെ വാക്ക് നെഞ്ചിലേറ്റിയാണ് കളിക്കളത്തിലേക്ക് അവർ ഇറങ്ങിയത്. തന്റെ രാജ്യത്തിന്റെ അഭിമാനം കാത്തുകൊണ്ട് കളിക്കാരെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ്. അതെ, ആ രാജാവ് കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.